ആധുനിക സാങ്കേതിക ലോകത്ത് EVM മിഷനുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ച പ്രതിപക്ഷങ്ങൾ ശക്തമായ ആരോപണമാണ് ഉന്നയിച്ച് രംഗപ്രവേശനം ചെയ്യുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി നൽകാൻ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവാത്തത്? വസ്തുതാപരമായി നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ വ്യക്തമാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ മുന്നിൽ നിർത്തി പ്രതികരിച്ചത് രാജ്യത്തെ വോട്ട് മിഷനുകളിൽ വോട്ട് രേഖപ്പെടുത്തിയത് പ്രേതങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതൊരു ആക്ഷേപമാണ്. ഉയർന്നു വരുന്ന ആരോപണങ്ങളെ വസ്തുതാപരമായിട്ട് നേരിടാൻ തയ്യാറാവാതെ ഈ ഒളിഞ്ഞു കളിക്കുന്നതിന് പിന്നിലെ നാടകം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് മാത്രമല്ല, പലയിടങ്ങളിലും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ മാധ്യമങ്ങൾ തന്നെ ആ വിവരങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മെയിലുകൾ അയച്ചിരുന്നു. എന്നാൽ ആ മെയിലുകൾക്ക് ഒരു രീതിയിലുള്ള മറുപടി പറയാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരികയും ചെയ്തിട്ടില്ല. മറിച്ച് മാധ്യമങ്ങൾ അത് വ്യക്തമായി തെളിയിച്ചിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റുകളിൽ വരെ ഇത് തെളിയിക്കപ്പെട്ട സത്യങ്ങളാണ്. എന്നിട്ട് പോലും മിണ്ടാതിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ ഭിന്നത രൂപപ്പെട്ടുകൊണ്ട് ഒരാൾ മാറി നിന്ന ഒരു സാഹചര്യവും രാജ്യം നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന വലിയ സത്യങ്ങളാണ്. ഒപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു, 6 സംസ്ഥാനങ്ങളിലെ 8 ഇടങ്ങളിൽ നടന്ന വോട്ട് മിഷനുകളിലെ ക്രമക്കേടുകൾ, ആ ക്രമക്കേടുകൾ മാനുഷികപരമായിട്ടുള്ള അബദ്ധങ്ങൾ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ വിശേഷിപ്പിച്ചത്. ആ അബദ്ധങ്ങൾ കടന്നു വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, മോക്ക് പോളിന്റെ സമയത്ത് ചെയ്ത വോട്ടുകൾ, അതായത് രേഖപ്പെടുത്തിയ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് മറന്നു എന്നുള്ളതാണ്. അങ്ങനെ മറന്നു എന്നുള്ളത് തന്നെയാണ് ഈ ക്രമക്കേടുകളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റിപ്പോർട്ട്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അവിടെ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ വിജയം എങ്ങനെ സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു വിജയമായി മാറും? ഉദ്യോഗസ്ഥന്റെ കൈപ്പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം വോട്ടുകൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ വേണ്ടി സാധിക്കും? അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്നത്, EVMന് പകരം ബാലറ്റ് പേപ്പർ സംവിധാനം എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? അതിൽ ഇതുപോലെയുള്ള അട്ടിമറികൾ സംഭവിക്കാൻ സാധ്യതകൾ കുറവാണ്, 90% കുറവാണ്. എന്നാൽ പുതിയ സാങ്കേതിക ലോകത്ത് EVMകളിൽ ക്രമക്കേടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിദേശ വിദഗ്ധർ പോലും സമ്മതിക്കുമ്പോൾ ആ കാര്യത്തിലോട്ട് ഒരു വ്യക്തമായ പ്രതികരണം നൽകി കൃത്യമായ മറുപടി നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, EVM മിഷനുകളിൽ പുതിയ സാങ്കേതിക ലോകത്ത് എന്തും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരാൻ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുന്നിട്ടിറങ്ങി തയ്യാറാവണമെന്ന് പറയുന്നത്. പക്ഷേ ആ വിഷയത്തിൽ ഒരു പ്രതികരണത്തിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല. 6 സംസ്ഥാനങ്ങളിലെ 8 ഇടങ്ങളിൽ വോട്ട് മിഷനുകളിൽ ക്രമക്കേടുകൾ സംഭവിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ വിഷയം തന്നെയാണ്. അതിനെ ചെറുതായി കാണാനും സാധിക്കുകയില്ല. എന്നാൽ ബാലറ്റ് പേപ്പർ സംവിധാനത്തിൽ ഇങ്ങനെയൊരു സാങ്കേതികപരമായിട്ടുള്ള ഒരു അട്ടിമറി അസാധ്യമാണ്. അതുകൊണ്ട് അത് ഫലപ്രദമായിട്ടുള്ള കാര്യമാണെന്ന കാര്യം തിരിച്ചറിയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാലറ്റ് പേപ്പർ സംവിധാനത്തോട് കൂറു പുലർത്താതിരിക്കുന്നത്? അവിടെയാണ് പൊതുജനവും പ്രതിപക്ഷവും ആരോപിക്കുന്ന സംശയങ്ങൾക്ക് മൂർച്ച കൂടുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.